ഇന്നത്തെ മാതൃഭൂമിയിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നൊരു വാർത്ത വന്നിരിക്കുന്നു. ഈ വാർത്ത സത്യത്തിൽ അത് പൂർണ്ണമായി നമുക്ക് അവഗണിക്കാവുന്നൊരു വാർത്തയാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഈ വാർത്ത കാണുമ്പോൾ ഒരു ഭയപ്പാട്, അറിയാതൊരു ഭയപ്പാട് തോന്നുന്നു. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ, രാമനാട്ടുകരയിൽ ഒരു സ്കൂളിൽ ഓണാഘോഷത്തിന് കേരളീയ വേഷം ധരിച്ചെത്തിയ കുട്ടികളോട് അവിടെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അർത്ഥം ഇന്ന് അവരുടെ സ്കൂൾ നിശ്ചയിച്ചിരിക്കുന്ന യൂണിഫോമോ അല്ലെങ്കിൽ ഈ കേരളീയ വേഷം ധരിക്കരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് വേഷങ്ങൾ ധരിച്ചാൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നില്ല. ആ ഉത്തരവ് ആ സ്കൂളിൽ മാത്രമായിട്ട് ഇറക്കുന്നത് അതിന് പിന്നിലൊരു ദുരുദ്ദേശമില്ല എന്നൊരു സംശയം. ആ ദുരുദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലിപ്പം ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേഷവിധാനത്തിൻ്റെ പേരിൽ പലവിധ തർക്കങ്ങളും ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഇല്ലാത്ത പരിഷ്കാരങ്ങൾ ഇന്ന് കൊണ്ടുവരിക, ഇന്നത്തെ പരിഷ്കാരം നാളത്തേക്കാക്കുക. ഇപ്പോൾ വന്ദേമാതരം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. വന്ദേമാതരം തലമുറകളായിട്ടിവിടെ പാടുന്നുണ്ട്, അത് വിവാദമാകുകയാണ്, വളരെ പെട്ടെന്ന് വിവാദമാകുകയാണ്. പാടിയാലും പാടിയില്ലെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിക്ക് വ്യത്യാസം വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ വേഷത്തിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പ്രകാരം ആഘോഷിക്കാൻ കിട്ടുന്നൊരു ദിവസമാണ് ഓണാഘോഷം സ്കൂളിൽ. അവിടെ എന്തുകൊണ്ട് അവർക്ക് ആ വേഷം ധരിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെയുള്ള തർക്കം കഴിഞ്ഞ ദിവസം കണ്ടു. പല ദിവസങ്ങളായിട്ട് പല തരത്തിലുള്ള തർക്കങ്ങൾ കാണുകയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തർക്കം കണ്ടു, അവധി ദിവസങ്ങളുടെ കാര്യത്തിൽ തർക്കം കണ്ടു. ഇങ്ങനെ ഏത് വിഷയത്തിൽ തർക്കമുണ്ടാവോ ആ തർക്കത്തിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആ ചേരിതിരിവ് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, ആർക്ക് വേണ്ടി ഉണ്ടാക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. രാഷ്ട്രീയ കക്ഷികൾ, തൽപര കക്ഷികൾക്കും പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മത പൗരോഹിത്യത്തിനും. ഏത് മതത്തിൻ്റെ ആണല്ലോ പൗരോഹിത്യമാണ് ഇതിനെ ഭയങ്കരമായിട്ട് സജീവമായിട്ട് ചെയ്യുന്നത്. ആ ഒരു സ്കൂളിൽ മാത്രം എങ്ങനെ ഈ ഉത്തരവ് വന്നു, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത് മോട്ടീവാണ് ഈ ഒരു ഇതിറക്കാൻ ഉദ്ദേശിച്ചത്? അതിൻ്റെ ഫലം എന്തായിരിക്കും? അത് ഇപ്പുറത്ത് ടേക്കപ്പ് ചെയ്താൽ ബലമായിട്ട് ഞങ്ങൾക്ക് കേരള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഏതായാലും 1.5 മണിക്കൂർ കൊണ്ട് അവിടുത്തെ ആൾക്കാർ ചർച്ച ചെയ്ത് ആ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർക്ക് അവരെ ഇടപെടാൻ ഞങ്ങളുടെ സമുദായത്തിൻ്റെ സ്കൂളിൽ കയറി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി, മതേതര രാജ്യത്ത് മതേതര സംസ്ഥാനത്ത് ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇവിടെ ഇത്തരം മതപരമായ കാര്യങ്ങളിൽ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുക. ഇവിടെ സത്യസന്ധമായിട്ട് മതേതരത്വ രാജ്യമാണ്, സ്റ്റേറ്റാണെങ്കിൽ അതെല്ലാ കാര്യത്തിലും വെള്ളം ചേർക്കാതെ ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവിടെ അധികാരത്തിലെത്തുന്ന അല്ലെ പ്രബലരായ രാഷ്ട്രീയ ശക്തികളുടെ, സമുദായ ശക്തികളുടെ താല്പര്യമനുസരിച്ച്, ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് മതേതരത്വത്തിൽ വെള്ളം ചേർക്കും. ഇപ്പം അവധി ദിവസം ഇപ്പം മലപ്പുറം ജില്ല കൊടുത്തത് തെറ്റാണെന്നാണ് പറയുന്നത്. ഒരു കാലത്ത് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ല കൊടുത്തതിനെതിരായിട്ട് വലിയ വിമർശനം ഉണ്ടായി. പക്ഷേ മലപ്പുറം ജില്ല കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്നൊരു പ്രദേശത്ത് അവിടുത്തെ ജനങ്ങളുടെ മൊത്തത്തിൽ ദൗർഭാഗ്യവശാൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷമായി പോയി. അന്ന് എല്ലാ കാര്യത്തിലും മലബാർ പുറകിൽ തന്നെയായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് EMSന് മലപ്പുറം ജില്ല അനുവദിക്കേണ്ടി വന്നത്. പക്ഷേ അതുപോലും വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് മാറി. അതിന് ലീഗിനെ കുറ്റപ്പെടുത്തുക, ലീഗ് മലപ്പുറം ജില്ല ഉണ്ടാക്കി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുമെന്ന് ചോദിച്ച് ഒന്ന് ഓർത്തിരിക്കുക. ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ സ്നേഹികളാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനുള്ള ഭാഗം രാജ്യം ഒരു മുസ്ലിം രാജ്യം എന്നുള്ളതിൽ അവർക്ക് സ്നേഹം കാണും, ഉറപ്പാണ്. പക്ഷെ മറിച്ച് അവർക്ക് പോകാൻ 100 അവസരം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ച്, ഇവിടെ വളർന്ന്, ഇവിടെ ബിസിനസ് ചെയ്ത്, ഇവിടെ കച്ചവടം ചെയ്ത്, ഇവിടെ നിന്ന് വിദേശത്ത് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ അയച്ച് വളർന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെ നമ്മുടെ ഹിന്ദുക്കളുടെ താല്പര്യം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ താല്പര്യം അപ്പുറം ഇത് പരിഹരിക്കപ്പെടാൻ കിടക്കുമ്പോൾ അവരുടെ മുസ്ലിങ്ങളായിട്ടൊരു ചേരിതിരിവ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇത് പ്രശ്നമാകും. ഈ ചേരിതിരിവ് ഉണ്ടാക്കാൻ നോക്കുന്നത് മറുവശത്ത് വർഗീയമായും ജാതീയമായും സംഘടിപ്പിക്കാൻ തയ്യാറായി എടുത്തു നിൽക്കുന്ന ഇഷ്ടംപോലെ കക്ഷികളുണ്ട്. ആ കക്ഷികൾക്ക് സന്തോഷം. അത് ഇവിടെ മുസ്ലിംസ് ചേരിതിരിവ് ഉണ്ടാക്കുമ്പോൾ കുറ്റം മുസ്ലിംസിനെ പറയാം, വർഗീയത ഉണ്ടാക്കുന്നു, വളർത്തിക്കുന്നു എന്ന് പറയാം. മറിച്ച് ലാഭം കൊയ്യാൻ പോകുന്ന ആരായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു നിലപാടെടുക്കുന്ന മാനേജ്മെൻറ്റ് മറുവശത്ത് ക്രിസ്ത്യാനികളിലോ ഹിന്ദുക്കളിലോ വർഗീയത വളർത്താൻ ശ്രമിക്കുന്ന ശക്തികളെ സഹായിക്കുന്നൊരു നിലപാടാണ്. ഇന്നലെ വരെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നല്ലേ, ഇന്നിപ്പോൾ ഇത് മാറ്റണോ? ഓണത്തിന് വേണ്ടി, ഒരാഘോഷത്തിന് വേണ്ടി എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്ന രീതിക്ക് എന്തിനു മാറ്റം വരുത്തി? എന്ത് അപകട സ്കൂളിനുണ്ടാകുമായിരുന്നു? ഈ ഡ്രസ്സ് ധരിച്ച് വന്നാൽ നാടകത്തിന് പല വേഷങ്ങൾ കിട്ടും അല്ലേ, ആഘോഷത്തിന് പല വേഷങ്ങൾ കിട്ടും. പുലികളി പലർക്കും ഇഷ്ടമില്ലാത്ത ഇതാണ്. ശ്രീരാമൻ വരെ പറഞ്ഞു അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, തലമുറകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിന് എന്ത് അപകടം ഉണ്ടാക്കിയെന്ന് പറയണം. അത് ഓരോ മതത്തിൻ്റെ ഓരോ ആചാരങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാൻ എല്ലാവർക്കും അവസരമുണ്ട്.
അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സംഘർഷത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കേരളം എന്താവും? നമ്മളൊരു മൊറാദാബാദോ മീററ്റോ ആകാൻ പറ്റുമോ? ഇവിടെ ഒരു ചെറിയ മാറാടുണ്ടായപ്പോൾ കേരളം കുലുങ്ങി. കേരളത്തിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. അതുപോലത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിൻ്റെ മലയാളി സമൂഹത്തെ തള്ളിയിടാൻ ശ്രമിക്കുന്നവരാരായാലും അവർ കേരളത്തിൻ്റെ ശത്രുക്കളാണ്, മലയാളിയുടെ ശത്രുക്കളാണ്, ഇന്ത്യയുടെ ശത്രുക്കളാണ്. തൽക്കാലം ഇത്രമാത്രം.